ഹല്ലേലൂയ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലവും ഈ കർത്തൃ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിൻ്റെ മഹത്വം കാണുവാൻ ആലയുടെയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നാം നിൽക്കുന്ന ഈ കാലം ഹല്ലേലൂയ പലവിധമായ പ്രശ്നങ്ങൾ ശക്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം. വിലക്കയറ്റം ഹല്ലേലൂയ സാധാരണ ജനത്തിന് താങ്ങുവാൻ കഴിയാത്ത നിലയിലേക്ക് വിലക്കയറ്റം ഹല്ലേലൂയ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഹല്ലേലൂയ 7.79 അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കണ്ടു. അത്രയും അത് ഭയങ്കരമായ വിലക്കയറ്റമാണ്. സാധാരണ 5 അല്ലെ 6, 5-നും 6-നും ഇടയ്ക്കൊക്കെ നിൽക്കാറുള്ളൂ. സ്വോത്രം. എന്നാൽ വിലക്കയറ്റം ഭയങ്കരമായി കയറി. സ്വോത്രം. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, ഇങ്ങനെ പോയാൽ ശ്രീലങ്കയിൽ വന്നതിനേക്കാൾ അധികമായ പ്രതിസന്ധി നമ്മുടെ രാജ്യത്തും വരും. ജീസസ്. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ദൈവവചനപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സ്വോത്രം. ഭരണാധികാരികൾ പിശാചിക ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ആരെ ബുദ്ധിയോടും വിവേകത്തോടും കാര്യങ്ങൾ ചെയ്യുവാനുള്ളത് അവരിൽ നിന്ന് ആ വിവേകം അവരിൽ നിന്ന് വിട്ടുപോകും. പിശാചിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജനം കഷ്ടത്തിലാകും, അവർ വലിയ പ്രതിസന്ധിയിലാകും. അതാണ് വാസ്തവത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പ്രകൃതി തന്നെ നമുക്കറിയാം എത്രയോ മാറ്റമാണ് പ്രകൃതിയിൽ വന്നിരിക്കുന്നത്. ജീസസ്. ഈ മെയ് മാസത്തിൽ ഇങ്ങനെ ഒരു മഴയോ പ്രയാസങ്ങളോ ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. ജീസസ്. ഹല്ലേലൂയ. എന്തേലും കൃഷി നശിച്ചുപോയി, എത്രയോ നാശനഷ്ടങ്ങൾ വന്നു. ഇതെല്ലാം വിളിച്ചു പറയുന്നത് ആരെയും കേൾക്കുന്ന പ്രിയമുള്ളവർ ഒരുങ്ങുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ, ഹല്ലേലൂയ ഭയപ്പെട്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ട ലാസ്റ്റ് സമയങ്ങളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി ഓർപ്പിക്കട്ടെ. 1, കിഡ്നി സംബന്ധമായ രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ സ്വോത്രം ബാധിച്ച ആരോ ആലയിലുണ്ട്. കേൾക്കുന്ന തുടർന്ന് തന്നെ ദൈവജനം കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയക്കാർക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് വിളിക്കാം. ഹല്ലേലൂയ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജീസസ്. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ സ്തോത്രം. ഒടുവിൽ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മമണ്ഡലം തുറന്ന് ഹല്ലേലൂയ സ്തോത്രം അടുത്ത ലെവലിൽ ഹല്ലേലൂയ സ്തോത്രം അടുത്ത ലെവലിലുള്ള തലം തുറന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വവും തേജസ്സും കാണുവാൻ ഇടയായപ്പോൾ കൂട്ടത്തിൽ വെളിപ്പെട്ടു വന്ന മറ്റൊരു കാര്യം, ജീസസ് ആത്മതലത്തിനപ്പുറത്ത് ഹല്ലേലൂയ എൻ്റെ ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഹല്ലേലൂയ കസേരയിലൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ഇരുന്ന് ജീസസ് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ജീസസ്. എന്നാൽ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീ നദി ഒഴുകി വരുന്ന പോലെ ഇങ്ങോട്ട് ഒഴുകി വന്നു. തീ നദി ഇറങ്ങി വന്നു. ജീസസ്. അല്ലെങ്കിൽ 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കണ്ടത്, നമ്മൾ ഈ 8 കാലിയെ തല്ലി തന്നാൽ അതങ്ങ് ചുരുളും, ഇങ്ങനെ ചുരുളും. ഹല്ലേലൂയ. ഈ തീ നദി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കക്ഷി ചുരുണ്ടുപോയി. ജീസസ്. ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ശക്തമായി മല്ലുപിടിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് ഇത് നിമിത്തം ചില വിടുതലുകളുണ്ട്. ജീസസ്. ദൈവജനത്തിന്റെ വിടുതലുകളെ, പ്രത്യേകിച്ച് ശക്തമായി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ വിടുതലുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്ന ശക്തിയാണ് ചുരുണ്ടുപോയത്. ജീസസ്. അപ്പോൾ തന്നെ മറ്റൊരു കാഴ്ചയോടെ കർത്താവ് കാണിച്ചത് ഹല്ലേലൂയ സ്തോത്രം സോഫയിൽ അതിൽ 3 കസേര 3-3 2 അതിൽ ഒറ്റ കസേരയിലേക്ക് ആരും ഇരിക്കുന്ന കണ്ടില്ല. പക്ഷെ ആ ഒറ്റ കസേരയിലേക്ക് ഇതുപോലെ ഒരു തീ വന്നിറങ്ങുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു. ജീസസ്. നിശ്ചയമായും ആ കസേരയുമായി ബന്ധപ്പെട്ട് പോരാടി നിന്ന് വ്യാപരിച്ചു നിന്ന് ആ പൈശാചിക ശക്തി അവിടെ കത്തി അതിന്റെ വിടുതൽ ആ ഭവനത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവ് ഈ ആലോചനകൾ വെളിപ്പെടുത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇടയ്ക്ക് രണ്ടാമത് കാര്യം മറക്കണ്ട, ശക്തമായി പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ
ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ആ ദൈവിക വിടുതൽ വെളിപ്പെട്ടിട്ടുണ്ട്. വെളിപ്പെട്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണ്ട, പിന്നെ ശക്തമായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനത്തിലേക്ക് വരാം. ജീസസ്. ഹല്ലേലൂയ. 15-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. ജീസസ്. 15-ാം സങ്കീർത്തനം നമുക്ക് മുഴുവനുമായി ഒന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ടതാണ് ഈ 15-ാം സങ്കീർത്തനം. തുടക്കത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഹല്ലേലൂയ. അപ്പോ യഹോവേ, അങ്ങയുടെ കൂടാരത്തിൽ ആർ പാർക്കും? അപ്പൊ ദൈവത്തിന്റെ കൂടാരത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിൽ ആരാണ് പാർക്കുന്നത്? ജീസസ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹല്ലേലൂയ മന്ദിരം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ യെരൂശലേം ദേവാലയമായിരുന്നു ദൈവത്തിന്റെ മന്ദിരം. അതിന് പുറകോട്ട് നോക്കിയാൽ കൂടാരങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ശമൂവേലിന്റെ കാലത്ത്, ഹല്ലേലൂയ, തുടർന്ന് വന്ന ദാവീദിന്റെ കാലത്ത് ഒക്കെ ദൈവത്തിന്റെ കൂടാരം ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ചിരുന്ന നിയമത്തിന്റെ പെട്ടകം. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ നമുക്കറിയാം, ഇന്നത്തേതിൽ യേശുവിന്റെ വരവോടുകൂടെ ആ പഴയ നിയമ കൂടാരത്തിന്റെ പ്രസക്തി മാറിയിട്ട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം രക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളായി മാറുന്നു. എന്നാൽ അപ്പോൾ തന്നെ സ്വർഗത്തിലൊരു കൂടാരമുണ്ട്. ജീസസ്. അഥവാ അതിന്റെ ഹല്ലേലൂയ സ്തോത്രം ബ്ലൂ പ്രിന്റ് ആണ്. ഹല്ലേലൂയ സ്തോത്രം ദാവീദിന് കൊടുത്തിട്ട് ദാവീദ് ശലോമോന് കൈമാറി. അങ്ങനെയാണ് യെരൂശലേമിൽ ദൈവാലയം പണിതത്. ജീസസ്. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയത്തിൽ ഞാൻ ചില ആഴ്ചകൾക്ക് മുൻപ് പറഞ്ഞൊരു കാര്യമാണ്. ചില ആഴ്ചകളാണോ 1-2 മാസങ്ങൾക്ക് മുൻപാണോ പറഞ്ഞൊരു കാര്യമുണ്ട്. നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലെ ദൈവാലയത്തിൽ കയറുവാൻ കഴിഞ്ഞാൽ നിങ്ങൾ കാഹളം ധനിക്കുമ്പോൾ പറന്നു പോയിരിക്കും. ജീസസ്. ഹല്ലേലൂയ. കാരണം ആ ആലയത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധി അതുപോലെ നാം പാലിക്കണം. ഹല്ലേലൂയ. കറയോ ചുളുക്കമോ ഒന്നും വാട്ടമോ മാലിന്യമോ ഒന്നുമില്ലാതെ നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ആ ആലയത്തിൽ കയറുവാൻ കഴിയത്തുള്ളൂ. ജീസസ്. അപ്പൊ ഇവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, അന്ന് പഴയ നിയമത്തിലെ ആ കൂടാരം ഹല്ലേലൂയ കണ്ടുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. എന്നെ ചോദിക്കുന്നത്, യഹോവേ, അങ്ങയുടെ കൂടാരത്തിൽ ആർ പാർക്കും? ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവത്തിന്റെ പർവ്വതത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ പർവ്വതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ചെങ്കടൽ കടന്ന് യാത്രയിൽ വരുമ്പോൾ സിനായ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ അവരെത്തി. നമുക്കറിയാം, അവിടെ തന്നെയാണ് ഒരിക്കൽ മോശയുടെ മുൻപിൽ മുൾപ്പടർപ്പിൽ യഹോവയായ ദൈവം തന്റെ ദൂതനെ അയച്ച് മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ജീസസ്. ഹല്ലേലൂയ. അവിടെ തന്നെയാണ് അന്ന് അവിടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ജലവുമായി പുറപ്പെട്ട് മടങ്ങി വരുമ്പോൾ ഈ പർവ്വതത്തിൽ എന്നെ ആരാധിക്കും. ജീസസ്. അങ്ങനെ നമുക്കറിയാം, സീനായി പർവ്വതം. ഇനി അവിടെ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചോണം, അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഹല്ലേലൂയ. അപ്പൊ ഈ 10-30 ലക്ഷത്തിന് മുകളിൽ ജനവുമായി കടന്നു വന്നെങ്കിലും ഈ പർവ്വതത്തിൽ കയറാൻ ഒരാൾക്കേ പ്രാഗൽഭ്യം കിട്ടിയുള്ളൂ. മറ്റവരോടെല്ലാം പറഞ്ഞു, ഇത്ര ദൂരെ മാറി ഇരുന്നോണം, ഒരെണ്ണ ഇങ്ങോട്ട് അടുത്ത് വരരുത്. ഹല്ലേലൂയ. പർവ്വതത്തിന് ചുറ്റും വേലി കിട്ടി. ജീസസ്. ആടുമാടുകളെ പോലും തീറ്റാൻ അവിടെ അഴിച്ചു വിടരുത്. അത് മൃഗങ്ങൾ പോലും ഇതിനോട് അടുത്ത് വടരുത്. കണ്ടോ, നിയമങ്ങൾ കർശനമായത്. കണ്ടോ,
പർവ്വതത്തിന് അടുക്കൽ മൃഗങ്ങൾ പോലും അടുത്തു വരരുത്. ജീസസ്. അപ്പം അങ്ങയുടെ പർവ്വതത്തിൽ ആർ കയറുമെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കണ്ടീഷൻസ് ആണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. ജീസസ്. ആരെ മോശയോട് ദൈവം പറഞ്ഞു, കർശനമായി പറഞ്ഞു, ഇറങ്ങിപ്പോ, പോയി ജനത്തോട് പറ, അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് 3 ദിവസത്തിന് ഒരുങ്ങിയിരിക്കണം, ഒരെണ്ണം അകലെ വിട്ടിപ്പുറത്തോട് കിടക്കരുത്, കിടക്കുന്നവൻ ആ നിമിഷം മരിച്ചു പോകും. ജീസസ്. അങ്ങനെ പർവ്വതവും ഈ ജനവുമായി അകലം വെച്ചിട്ട് പിന്നത്തേതിൽ മോശ പർവ്വതത്തിൽ കയറി ചെല്ലുകയാണ്. അവിടെ സ്തോത്രം, സങ്കീർത്തനക്കാരൻ പറഞ്ഞു നോക്കി, യഹോവേ നിന്റെ അങ്ങയുടെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. അപ്പം ആ യഹോവയുടെ പർവ്വതത്തിൽ വസിക്കുക എന്ന് പറയുന്നത് ഒരു യോഗ്യതയും അതിനൊരു ക്രൈറ്റീരിയയും ഉണ്ട്. ജീസസ്. വെറുതെ അങ്ങോട്ട് കയറി ചെല്ലുവാൻ കഴിയത്തില്ല. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആത്മതലങ്ങൾ കയറണമെങ്കിൽ, ആത്മതലങ്ങൾ കയറണമെങ്കിൽ വെറുതെ കഴിയത്തില്ല. വെറുതെയുള്ള പ്രാർത്ഥന കൊണ്ടോ വെറുതെയുള്ള അന്യഭാഷ കൊണ്ടോ ഒന്നും ആത്മതലത്തിൽ കയറുകയല്ല. ശുദ്ധീകരണം പ്രാപിക്കുവാൻ അവനവനെ ഏൽപ്പിച്ചു കൊടുത്ത് മല്ലുപിടിച്ചുള്ള ഒരു പ്രാർത്ഥന കൊണ്ടേ ആത്മതലത്തിൽ കയറുവാൻ കഴിയത്തുള്ളൂ. കൃപയാൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ആത്മതലത്തിൽ നിന്ന് ആരാധിപ്പാൻ കർത്താവ് അതിനെ സഹായിച്ചത് കൊണ്ടാണ് അടുത്ത വെളിപ്പാട് കണ്ടത്. ഏത്? ദൈവജനത്തിനെതിരെ നിന്ന് വാദിക്കുകയും ദൈവജനത്തിന്റെ വിടുതലുകളെ ബ്ലോക്കുകയും ചെയ്യുന്ന ആ പൈശാചിക ശക്തി തീയാൽ കത്തി ചുരുണ്ടു പോകുന്നത് കാണുവാനിടയായി. അത് താഴെ തലങ്ങളിലല്ല വെളിപ്പെടുന്നത്, ആത്മതലങ്ങളിൽ. ജീസസ്. അപ്പം യഹോവയുടെ പർവ്വതത്തിൽ യഹോവയോട് അല്ലെങ്കിൽ യേശുവിനോട് ചേർന്ന് ആ ഉയർന്ന തലങ്ങളിലേക്ക് കയറി പോകുവാൻ ആർത്തിയുണ്ടെങ്കിൽ അവിടെ കയറി ചെല്ലുവാനാണ് അടുത്ത ഭാഗങ്ങൾക്ക് പറയാം. ആർക്ക് അവിടെ കയറാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. ഇനി എങ്ങനെ കഴിയാൻ കഴിയും, അവിടെ കയറാൻ കഴിയുമെന്നാണ് അടുത്ത വാക്യങ്ങളിൽ പറയുന്നത്. ജീസസ്. അല്ലെ, ഈ അന്ത്യനാളുകളിൽ ഇത് വളരെ പ്രസക്തമാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞ ഈ സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് പഴമയായി തോന്നും. പക്ഷേ ഇന്ന് ഈ വചനങ്ങളെല്ലാം വളരെ പ്രസക്തമാണ്. ജീസസ്. ആത്മതലം കയറാൻ, യേശുവിനോട് ചേർന്ന് നടക്കുവാൻ, ചേർന്ന് വസിക്കുവാൻ, പരിശുദ്ധാത്മാവുമായി ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ എല്ലാം വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണത്. നമുക്ക് തോന്നും ദാവീദ് അന്ന് അങ്ങ് പാടി എഴുതി. ശരിയാ, പക്ഷെ പരിശുദ്ധാത്മാവാണ് ദാവീദിനെ കൊണ്ട് ഇത് പാടിച്ചത്. അന്നത്തെക്കാൾ ഈ നാളുകളിലാണ് ഈ വചനങ്ങൾക്കെല്ലാം പ്രസക്തിയേറുന്നത്. ആരെയൊക്കെയോ കർത്താവിന്റെ സാന്നിധ്യം സ്പർശിക്കുന്നുണ്ട്. കേൾക്കുന്ന ചിലരെ ആ സാന്നിധ്യം സ്പർശിക്കുന്നുണ്ട്. ജീസസ്. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഈ പർവ്വതത്തിൽ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ ആത്മതലങ്ങളിലേക്ക് കയറിപ്പോകണമെങ്കിൽ ജീസസ് പറഞ്ഞു എന്താകണമെന്ന് പറഞ്ഞു, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും. അപ്പൊ ഒന്നാമത്തെ കാര്യം നിഷ്കളങ്കനായിരിക്കണം. ഹല്ലേലൂയ. എന്തുപോലെ നീതി പ്രവർത്തിക്കുന്നത്. ഇവിടെ നോക്കിയാലും അനീതിയുള്ളത്, ആത്മീയ കോളത്തിലാണേലും അല്ലാത്തതാണേലും അനീതിയെ കാണാനുള്ളൂ. ജീസസ്. അല്ലേ, നീതി എന്നൊരു കാര്യമില്ല ഒരിടത്തും. അതുപോലെ പൈശാചിക മണ്ഡലം ദേശത്തെ രാജ്യങ്ങളെ മൂടിക്കളഞ്ഞു. നമ്മളൊക്കെ അറിയാൻ ഇപ്പൊ നടക്കുന്ന യുദ്ധം അനീതി എന്ന അല്ല, ഇതിന് പറയാൻ വാക്കില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ അനീതിയാണ് നടക്കുന്നത്. പ്രതികരിക്കാൻ ആരെങ്കിലും ഉണ്ടോ നോക്കി. ലോക പോലീസ് പോലും വേണ്ടുന്നില്ല. കുറെ ആയുധങ്ങൾ വെച്ചവർക്ക് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ ആരും പ്രതികരിക്കുന്നില്ല. കാരണം എന്നാ? കുട്ടിനെ പേടിയാ. കാരണം അയാൾ എങ്ങനെ നടക്കുന്നേ? ഏലിയൻസിനാൽ. ഷാജിനെ ഓടിക്കുക എന്ന് പറയുന്നത് അത്ര സത്യമാണെന്ന് ഓർത്തേ. ജീസസ്. അപ്പൊ ഇവിടെ പറയുന്നു നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം. യശയ്യാപ്രവചനം 33:15 നോക്കിക്കേ. യശയ്യാപ്രവചനം 33:15. ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ.
പീഡനത്താലുള്ള ആദായം വെറുക്കുകയും. പീഡനത്താലുള്ള എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പീഡിപ്പിച്ചോ ഞെരുക്കിയോ, ഹല്ലേലൂയ സ്തോത്രം, ഒന്ന് നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ പണിക്കാരെ വീട്ടിൽ പണിക്ക് വിളിച്ചു, ഹല്ലേലൂയ, അവ ചിലപ്പോൾ 9 മണിക്കായിരിക്കും വരുന്നത്, പക്ഷേ 5 മണിക്ക് പോവുകയും ചെയ്യും. എന്നാൽ അതിനേക്കാൾ ഉപരി നേരത്തെ വന്ന് താമസിച്ചു പോകുന്ന വിശ്വസ്തരായവരുണ്ട്, അത് വേറെ കാര്യം പോട്ടെ. പക്ഷേ നാട്ടു നടപ്പുള്ള കൂലി അവർക്ക് കൊടുത്തിരിക്കണം. ജീസസ് അല്ലേ. പിന്നെ പീഡനത്താലുള്ള ആദായം വെറുക്കുകയും. കേട്ടോ. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവരെ ഞെരിക്കുകയോ പീഡിപ്പിച്ചോ എന്ത് ഉണ്ടാക്കരുത്, സമ്പാദിക്കാൻ നിൽക്കരുത്. കൈക്കൂലി വാങ്ങരുത്. കൈ കുടഞ്ഞു കളയണം, അത് വാങ്ങരുത്. രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതവണ്ണം ചെവി പൊത്തുകയും. ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയണം. കണ്ടോ. ഹല്ലേലൂയ. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റിക്കളയേണ്ട കാര്യം. ഇന്ന് നമ്മളിപ്പം വായിച്ച ഈ കാര്യങ്ങൾ ഇന്ന് എവിടെ നോക്കിയാലും അതേ കാണാനുള്ളൂ. സാധുക്കളായവർക്കോ നേരോടെ നിൽക്കുന്നവർക്കോ ഒരു നീതി ഇല്ലാത്ത കാലമാണിത്. ജീസസ്. നമ്മൾ നേരിൽ നിന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ഉപദ്രവിച്ചിരിക്കും. നമ്മൾ ഇച്ചിരി സാധുക്കളാന്ന് കണ്ടാൽ, സാധുക്കൾ ഉദ്ദേശിക്കുന്നത് പട്ടിണിപ്പാവങ്ങൾ എന്ന രീതിയിലല്ല, നമ്മൾ ഇച്ചിരി ശാന്തരും വലിയ ബഹളം ഉണ്ടാക്കാൻ പോകാത്തവരോ അല്ലെ ഒന്നും കണ്ടാൽ പിന്നെ നമ്മുടെ തലയിൽ കയറിയിരിക്കും. ജീസസ്. അങ്ങനത്തെ കാലമായി പോയി. ഹല്ലേലൂയ. നീതിയില്ലാത്ത കാലം. ജീസസ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഹൃദയപൂർവം സത്യം സംസാരിക്കുക. കണ്ടോ, ഇന്നില്ലാത്ത ഒരു സാധനമാണ് സത്യം. ഹൃദയപൂർവം എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന കാര്യം ഇതിനെ കുറിച്ചാ. യഹോവയുടെ പർവ്വതത്തിൽ കയറി ചെല്ലണമെങ്കിൽ നമ്മളിൽ വരേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്ത് ചെയ്യണം? ഹൃദയപൂർവം സത്യം സംസാരിക്കണം. അല്ലേ. മറച്ചു വെച്ചോണ്ട് ഒരു വാക്ക് ഇവിടെ പറയും, അപ്പുറത്തേലും വേറൊന്ന് പറയും. അല്ലെ, ഇതൊന്നും എന്തല്ല, സത്യമല്ല. ജീസസ്. ഹല്ലേലൂയ. തമ്മിൽ കാണുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറയുക. ഹല്ലേലൂയ. വേണ്ടാത്തതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്തത്. ജീസസ്. ഹൃദയപൂർവം സത്യം സംസാരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സെഖറിയ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 16-17 ഒന്ന് വായിച്ചാണ്. സെഖറിയ പ്രവചനം 8-ാം അധ്യായം 16-17. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. കണ്ടോ, ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് പ്രവാചകൻ എഴുതി വെച്ച നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം പറയണം. അല്ലേ, കൂട്ടുകാരനാണെന്ന് ആരാന്ന് ചോദിച്ചാൽ യേശുവിനോട് ചോദിച്ചാൽ മതി. കൃത്യമായിട്ടുള്ള കൂട്ടുകാരൻ ആരാന്ന് പറഞ്ഞുതരും. പോട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യും. കണ്ടോ. അപ്പം ന്യായപാലനങ്ങൾ എന്നെ ആയിരിക്കണം? നേരോടും സമാധാനത്തോടും ആയിരിക്കണം. നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. കൂട്ടുകാരന് നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുക. കള്ളസത്യം ചെയ്യരുത്. ഇതല്ലോ ഞാൻ വെറുക്കുന്നതല്ലോ. കണ്ടോ. അപ്പം ദൈവം വെറുക്കുന്ന കാര്യങ്ങളായി പറഞ്ഞത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നു. 17 കൂടെ വായിച്ചായിരുന്നോ? 17 കൂടെ. ഒന്നുകൂടെ തുടങ്ങി. 16. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. അപ്പൊ തന്നെ ഒടുവിൽ പറയുന്നു, ഇതെല്ലാം ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ്. സ്വത്രം. അപ്പൊ ചെയ്യേണ്ട എന്താണെന്നാ പറഞ്ഞേ? നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം പറയണം. ഹല്ലേലൂയ. എത്ര അടുത്ത കൂട്ടുകാരനാണെങ്കിൽ പോലും അസത്യം പറയുന്ന, കള്ളം പറയുന്നവരില്ലേ? വേട്ട സ്വന്തക്കാരോട്, ബന്ധത്തിലുള്ളവരോട്, ആ ചേട്ടനോടും അനിയനോടും അമ്മയോടും അപ്പനോടും ഒക്കെ കള്ളം പറയുന്നവരില്ലേ? മക്കളോട് കള്ളം പറയുന്നവരില്ലേ? ജീസസ്.
ഹല്ലേലൂയ. ആ, അടുത്ത. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നിന്റെ ഗോപുരങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം നടത്തണം. ഹല്ലേലൂയ. നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. ആ കൂട്ടുകാരനോട് ഉദ്ദേശിക്കുന്ന സ്വന്തോ ബന്ധോ എല്ലാം അതിനകത്ത് വരും. ഹല്ലേലൂയ. അവനകത്ത് ഞാനൊരു പണി കൊടുക്കാം. ഹല്ലേലൂയ. ഇതെന്ത് ചെയ്തെന്നാ പറഞ്ഞേ? ഹൃദയത്തിൽ അങ്ങനെ ചിന്തിക്കരുത്. ജീസസ് അവരോട് ദൈവത്തിന് വെറുപ്പാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവരൊന്നും എന്നെ പുറമെ കാണിച്ചാലും ഇവരൊന്നും ഇവിടെ കയറുകയെന്നാ പറഞ്ഞേ. യഹോവയുടെ പർവ്വതത്തിൽ കയറത്തില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ഇവരൊന്നും അടുത്തു ചെല്ലുകയില്ല. ഞാൻ പറയുന്നല്ല, വചനം പറയുന്നു. ജീസസ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 4 ഹല്ലേലൂയ സ്തോത്രം 25 മുതൽ ഒന്നുകൂടി ഒന്ന് വായിച്ചു. എഫെസ്യ ലേഖനം 4:25. ഹല്ലേലൂയ. ആകയാൽ ബോഷ്കുപേക്ഷിച്ച് ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കട്ടെ. കണ്ടോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ബോഷ്ക് ഉപേക്ഷിക്കണം, കള്ളത്തരങ്ങൾ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ജീസ് പുറമേ കാണുന്ന ചിരിയും കെട്ടിക്കൊടുത്ത എന്തൊക്കെ ബഹളങ്ങളാ കാണിക്കുന്നത്. അങ്ങോട്ട് മാറി നിന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്നത്. ജീസസ്. ഇതാ ദൈവത്തിന് ശക്തമായി പറയുന്നത്. ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ബോഷ്കുപേക്ഷിച്ച് കൂട്ടുകാരനോട് സത്യം സംസാരിക്കട്ടെ. ബോഷ്കുപേക്ഷിക്കണം. ഹല്ലേലൂയ. നാം തമ്മിലെ അവയവങ്ങളല്ലോ. എന്നാ കാര്യം എന്നാ, ഇത് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്, അവിശ്വാസികളെ കുറിച്ച് അല്ലി പറയുന്നേ. കാരണം നാം തമ്മിൽ അവയവങ്ങൾ ആരാകുന്നേ? ദൈവജനം അവയവങ്ങളാകുന്നേ. കാരണം നമ്മൾ ഒരൊപ്പത്തിന്റെ അംശികളായ നിമിത്തം അവയവങ്ങളായി മാറുകയാണ്. അപ്പൊ ഈ കൈയോടാണ് ഹല്ലേലൂയ ഈ മറ്റേ വലത്തെ കൈ ഇടത്തെ കൈയോട് പറയുകയാണ്, എന്താ ദോഷം നിരൂപിക്കുക. അവസരം കിട്ടിയാൽ ഇനി ഞാൻ വെട്ടിക്കളയും. ജീസസ്. ഒരു കൈ വിരുദ്ധയോട് പറയാ. അപ്പം നാം തമ്മിൽ ആരാ? അവയവങ്ങളാ. അവയവങ്ങൾ ഒരവയവം മറ്റേതിനോട് പറയുക, അവസരം കിട്ടിയാൽ നിന്നെ ഞാൻ ചതച്ചിരിക്കും, അവസരം കിട്ടിയാൽ നിന്നെ ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കും. ജീസസ്. ഹല്ലേലൂയ. ഓരോ നാം തമ്മിൽ അവയവങ്ങളായിരിക്കേണ്ട ഈ അവയവങ്ങൾ തമ്മിലുള്ള മൽപ്പിടുത്തം നോക്കി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കയറുമോ? കയറുന്ന പോട്ടെ, കാഹളം നനിച്ച കാഹളത്തിന്റെ ധ്വനി കേൾക്കുമോ? ഹല്ലേലൂയ. എവിടെ പോകാനാ? ഇറങ്ങി പുറപ്പെട്ടെ. ജീസസ്. ഹല്ലേലൂയ. കോപിച്ചാൽ പാപം ചെയ്യുമെന്നാ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഒന്നുകൂടെ ഒന്ന് പറയാ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. ജീസസ്. ഹല്ലേലൂയ. അപ്പൊ ഹല്ലേലൂയ, പിശാചിന് ഇടം കൊടുക്കരുത്. കോപിച്ചാൽ നീ പാപം ചെയ്തിരിക്കും. സൂര്യൻ അസ്തമിക്കുമ്പോഴും വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. കണ്ടോ? അപ്പം പിശാചിന് ഇടം എങ്ങനെ കൊടുക്കും? കോപിച്ച് പിശാചിന് ഇടം കൊടുക്കും. കോപം കയറിയാൽ പിശാച് ഉടനെ അതിനെ ഇളക്കും, അത് ക്രോധമാക്കി മാറ്റും. പിന്നെ ആരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടോ ആരും ഒന്ന് ചെയ്തിട്ടോ അല്ലെ കൈവൊക്കെ അടി കൊടുത്തോ ഒക്കെ ചെയ്തേലേ ഇവര് ശാന്തമാകത്തുള്ളൂ. എന്നാ പിശാച് അതുപോലെ കയറി ഇളക്കി. പർവ്വതത്തിൽ കയറുമോ? പർവ്വതത്തിൽ കയറുമോ? ഇല്ലെന്ന് ഒരിക്കലുമില്ല. പിന്നെ തിരിച്ചതിന്റെ ഒരടി ഇങ്ങോട്ട് കിട്ടാതെ ഒതുങ്ങുകയില്ല. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്നിട്ട് അതിന്റെ ബാക്കി പറഞ്ഞ് നോക്കിക്കേ. നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ യഹോവയുടെ പർവ്വതത്തിൽ കയറും. ജീസസ്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെട്ടതിന് ശേഷം എത്രയോ തിക്ത അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു. ആരോട് പരാതി പറയാനാ? ഒന്നും പരാതി പറയാറില്ല. എല്ലാം ദൈവസനയിൽ ഏൽപ്പിക്കുക. അങ്ങനെ എത്രയോ വർഷങ്ങൾ ഇപ്പൊ കടന്നുപോയി. ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം പരാതിയും പറഞ്ഞുകൊണ്ട് നടക്കാന്നുള്ള അല്ല, മറിച്ച് സ്വർഗത്തിൽ പോകണം. കർത്താവിനോട് കൂടെ വസിക്കണം. കർത്താവിന്റെ പർവ്വതത്തിലൊന്ന് കയറണം. ആ സാന്നിധ്യത്തിൽ നിൽക്കണം. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ജീവിതയാത്രയിൽ നല്ല വിശ്വാസ ജീവിതത്തിൽ വന്ന തിക്ത അനുഭവങ്ങൾ അങ്ങനെ ആരോടും ഷെയർ ചെയ്യാറില്ല. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ആർക്കും നമ്മളെ സഹായിക്കുവാൻ കഴിയില്ല. ഇങ്ങനെ ആയിപ്പോയി നമ്മുടെ ഈ മണ്ഡലം, നമ്മുടെ ഈ ലോകം ഇങ്ങനെ ആയിപ്പോയി. ജീസസ്. അതിനെ തിരുത്തുവാൻ ആർക്കും കഴിയത്തില്ല. അല്ലാത്തൊരു നിലവാരത്തിൽ പിശാച് കൊണ്ട് എത്തിച്ചു. പക്ഷേ നേതൃസ്ഥാനങ്ങളിൽ ഇരുന്നവർക്കൊന്നും അതൊന്നും തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ കണ്ണ് കുരുടായി പോയത് നിമിത്തം കൈവെട്ടാനും കാലുവെട്ടാനും ഒക്കെ കൂട്ടുനിന്ന് ആകെ കുഴപ്പത്തിലായി. ജീസസ് ഇവിടെ പറയുന്ന നോക്കിക്കേ, നാവ് കൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും, അല്ലെങ്കിൽ കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. അങ്ങനെ ഉള്ള വ്യക്തി ഇവിടെ കയറുന്ന പറഞ്ഞേ, കോവിയുടെ പർവ്വതത്തിൽ കയറും. പ്രിയമുള്ളവർ, ഇതെല്ലാം ഈ അന്ത്യനാളുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ഈ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഈ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഈ സംഖ്യത്തിന് ദാവീദ് അന്ന് എഴുതിയെങ്കിലും ഇത് ഇന്നാണ് പ്രസക്തമായി വരുന്നത്. ഹല്ലേലൂയ. ദൈവജനത്തിന് ഇതിന്റെ വേർപാട് പാലിച്ച്, ഈ വചനത്തിന്റെ വേർപാട് പാലിച്ച് മാറി നിൽക്കാൻ വലിയ വില കൊടുക്കണം. ജീസസ്. വില കൊടുക്കാൻ കഴിയാത്തവർക്ക് മാറി നിൽക്കാൻ കഴിയത്തില്ല. അവർ യഹോവയുടെ പർവ്വതത്തിൽ കയറത്തുമില്ല. ജീസസ്. കേട്ടോ, പിശാച് തെറ്റിക്കുന്നത്, താന്ത്രങ്ങളിൽ കൂടെ തെറ്റിക്കുന്നത്, താന്ത്രങ്ങളിൽ കൂടെ പുറകോട്ട് പിടിച്ച് റൂട്ട് മാറ്റിവിടുന്നത് കണ്ടോ. അതിന്റെ വഴികളായി പറഞ്ഞിരിക്കുന്നതെല്ലാം ജീസസ്. യേശുവിനോട് ചേർന്ന് വസിക്കുവാൻ, യേശുവിനോട് ചേർന്ന് നടക്കുവാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവുമായി ഒരു നല്ല കൂട്ടായ്മ ബന്ധത്തിലാകുവാൻ കഴിയാതെ പോകുന്ന ആർക്കും ആ പർവ്വതത്തിൽ കയറാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഈ എഫേസ്യർ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, യേശുവിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. യേശു വിളിച്ചപ്പോൾ വലിയ പ്രത്യാശയോടെ വലിയ പദ്ധതി ഒരുക്കിയാണ് വിളിച്ചത്. പക്ഷെ ആർക്കും അത് അനേകർക്കും അത് തിരിച്ചറിയാൻ കഴിയാതെ ഒതുങ്ങിപ്പോയപ്പോൾ അവിടെ ശക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, യേശുവിന്റെ വിളിയാലുള്ള ആശ എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണു തുറക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആത്മക്കണ്ണ് തുറന്നു കെട്ടുവാൻ മല്ല് പിടിച്ച് പ്രാർത്ഥിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. ജീസസ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ലിസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പർവ്വതത്തിലും കയറുകയും മറന്നു പോകത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് ജീസസ് കൂട്ടുകാരൻ അമാനം വരുത്തുന്നതൊക്കെ ഒന്നും ചെയ്യാതെയും വരുത്താതെയും ഇരിക്കുന്നവൻ. ഇനി അടുത്ത് പറയുന്ന നോക്കി, വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. വഷളനെ നിന്ദ്യനായി എണ്ണും. ഇന്ന് വിശ്വാസകോണം ഇങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കും. കഴിഞ്ഞ ദിവസം അഭിഷക്തൻ പറയുന്നത് കേട്ടു, പല മീറ്റിങ്ങുകൾക്കും പോകാത്തതിന്റെ കാരണം ഈ വഷളന്മാർ സംസാരിക്കുന്നത് കേൾക്കാനും അത് ചെവി വന്നിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒന്നും വരാതിരിക്കാൻ വേണ്ടി പല മീറ്റിങ്ങുകൾക്കും പോകത്തില്ല. ഈ അന്ത്യകാലത്ത് ഇത് തിരിച്ചറിയാൻ കഴിയാതെ പോയ അനേകര് നിമിത്തം ആ ദൈവസഭകൾ ഉറങ്ങിപ്പോയി, ഒതുങ്ങിപ്പോയി, ആരെയും തിരുത്താൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് എത്തിപ്പോയി. കാരണം വഷളന്മാരാ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ജീസസ്. ആരെയും പണമുണ്ടോ, ആരെ ഇതിലൂടെ പണമുണ്ടേ പണത്തിന് വിധ പരുന്നും പറക്കും. നമ്മൾ പഴഞ്ചൊല്ലി പറയുന്ന പോലെ പണമുണ്ടോ കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിലിരിക്കും.
പണമില്ലാത്ത സാധുവിന് അഭിഷേകം ഉണ്ടോന്നുള്ള ഒരു വിഷയമല്ല. പക്ഷെ ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ അത് ദൈവം ചെയ്തിരിക്കും. അതിനെ ആർക്കും തടയാനും കഴിയത്തില്ല. പിന്നെ അങ്ങനെയുള്ളവരെ എങ്ങനെ വെട്ടിത്താഴെയിടാം, എങ്ങനെ ഒതുക്കിയിരുത്താം, ഇതാണ് പിന്നെ മറ്റുള്ളവരുടെ ചിന്ത. ജീസസ് ഹാലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞേ, വഷളനെ നിന്ദയായി എണ്ണുകയും ബഹുമാനിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്തോണം? മാറ്റി നിർത്തിക്കണം. അങ്ങനെയുള്ളവരോട് സംസർഗം അരുത്, അവരെ വീട്ടിൽ കയറ്റി പോലും ചെയ്തെന്നാണ് പൗലോസ് പറയുന്നത്. ജീസസ്. പിന്നെ മറ്റു കാര്യങ്ങൾ അവിടെ പറഞ്ഞു. എന്ത് ചെയ്യണം? യഹോവക്തന്മാരെ ബഹുമാനിക്കണം. അത് തിരിച്ചറിയാനൊരു കൃപ വേണം. ആരാ യഥാർത്ഥത്തിലുള്ളത്? ഹാലേലൂയ. ഇപ്പൊ ഈ അന്ത്യകാലത്ത് നല്ലതേതാ, പതിരേതാ, മണിയേതാ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ വല്ലാതെ കലങ്ങി കഴിഞ്ഞുപോയി. ജീസസ്. അപ്പം പലപ്പോഴും നല്ലതാണെന്ന് വിചാരിച്ച് പതിരിനെയായി എടുത്ത് ആലോചിക്കുന്നത്. ജീസസ് ഹാലേലൂയ. നല്ലത് വളരെ കുറച്ചേ ഉള്ളൂ. ചാക്കി കെട്ടി വെക്കാൻ പോലും ഒന്നും ഇല്ല നല്ലത്, എല്ലാം പതിരായി പോയി. ജീസസ്. ആ പതിരുകളുടെ ഇടയിൽ കിടക്കുന്ന നല്ല മണികളെ തിരിച്ചറിയാൻ അതിനൊരു പ്രത്യേക കൃപ വേണം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, മിന്നുന്നെല്ലാം പൊന്നല്ലെന്ന് നമ്മൾ വഴിഞ്ഞല് പറയുന്നത് പോലെ ഹാലേലൂയ. പുറമേ കാണുന്ന പലതും അകത്തേക്ക് നോക്കുമ്പോൾ ജീവിതമില്ലാതെ കുറെ കഴിയുമ്പോൾ പാത്രത്തിനകത്ത് പകർന്നത് ഒഴുകിപ്പോയിട്ട് പാത്രം ശൂന്യമായിരിക്കുന്നത് തിരിച്ചറിയണമെങ്കിൽ അതിനൊരു കൃപ വേണം. ഹാലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. അടുത്ത് പറയാണ് സത്യം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ വാക്കുകൾ പറഞ്ഞിട്ട് അത് എങ്ങനെയാ തിരുത്തുന്നെന്നുള്ള ചിന്ത നിമിത്തം ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ജീസസ്. ഒരുപാട് പ്രയാസം. പക്ഷെ അതറിയുന്ന ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് നമുക്കറിയാം. ഹാലേലൂയ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അതേ കണ്ടോ, സത്യം ചെയ്ത നിമിത്തം എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും അതിൽ നിന്ന് മാറാതെ ഉറച്ചു നിന്നാൽ മറ്റൊരു സമയത്ത് ദൈവം നമ്മളെ മാനിക്കും, നിശ്ചയമായിട്ടും മാനിക്കും. രാഷ്ട്രീയക്കാരെ പോലെ അവസരത്തിനൊക്കെ മാറ്റി പറയുന്നതല്ല ദൈവസന്നിധിയിലെ നീതി, വിശുദ്ധി. ഹാലേലൂയ. അതിന് പിന്നെ ഞാൻ പറയുന്നു, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. കണ്ടോ, ഹല്ലേലൂയ. കുറ്റമില്ല ചെയ്യുന്നു. പിന്നെ അതിന് നമ്മൾ എന്നാ പറയാൻ? എവിടെ നോക്കിയാലും അത് തന്നെ. ഈവൻ വേർപെട്ട ജനം പോലും പലിശ മേടിച്ച് കൊള്ളലാഭം ഉണ്ടാക്കുന്നവരുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹാലേലൂയ. എന്നാൽ അടുത്ത് നോക്കി, ഹാലേലൂയ. കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങരുത് എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങി കുറ്റമില്ലാത്തവനെ ഒറ്റിക്കൊടുക്കരുത്. ജീസസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. സത്യത്തിൽ ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജീസസ്. ശക്തമായ ദൈവാത്മാ പറയും. നോക്കിക്കേ, എത്രയോ കാര്യങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. പക്ഷെ ഈ കാലത്താ അത് ശക്തമായി വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവവചനത്തിനെന്നും പുതുമയുണ്ട്. അത് ആണ്ടുകൾ കഴിഞ്ഞാലും അത് പഴകുന്നില്ല, പുതുമയോടെ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കും. ജീസസ്. ഹാലേലൂയ. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. എവിടെ കയറും? യഹോവയുടെ പർവ്വതത്തിൽ കയറും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 8-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും വായിച്ചാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കണ്ടോ, സമ്മാനം കാഴ്ചയുള്ളവനെ നമ്മുടെ ആത്മീയഗോളത്തിൽ സംഭവിച്ചത് ഇതാ. പണമുള്ളവന്റെ കീശ കണ്ടപ്പോൾ ഒരു കാലത്ത് വിശ്വസ്തയോടും വിശുദ്ധിയോടും ഒക്കെ നിന്നവരുടെ കണ്ണെന്ത് ചെയ്തു? കുരുടായിപ്പോയി. അത് നിമിത്തം സത്യം പറയാൻ കഴിയാതെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പണം തന്നവന്റെ മുഖത്തേക്ക് നോക്കി എങ്ങനെ സത്യം പറയാൻ പറ്റും? കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ പറ്റും? ഓ, നീ ബന്ധിക്കപ്പെട്ടു പോയി. ഇതാണ് സംഭവിച്ചത് ആത്മീയ ഗോളത്തിൽ. ഹല്ലേലൂയ.
സമ്മാനം എന്നായിരുന്നു? നിന്നെ ആത്മീയ കുരുടനാക്കി. ജീസസ്. അല്ലേ യോഹന്നാൻ സ്നാപകൻ ആലയിൽ ധൈര്യത്തോടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ എന്ത് ചെയ്യണം? ഇട്ടൊഴിഞ്ഞു. പടയാളികൾ വന്നു. പടയാളികളാണെന്ന് പറഞ്ഞു മേടിച്ചൊന്നും. പടയാളികളോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതിനപ്പുറം 1 രൂപ പോലും ആരോട് മേടിക്കരുത്. നീതി നടത്തി കൊടുക്കണം ജനത്ത്. ചുങ്കം പിരിക്കുന്നവർ വന്നു. അവരോട് പറഞ്ഞു, അന്യായമായി 1 രൂപ വാങ്ങരുത്, കൃത്യമായ ചുങ്കം മാത്രം, അതിന്റെ കമ്മീഷനെ നിങ്ങൾ എടുക്കാവൂ. ഹല്ലേലൂയ. തലപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ ആര് പറഞ്ഞതിന്നും മുഴങ്ങി നിൽക്കുകയാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹാലെ സമ്മാനം മേടിച്ച് എത്രയോ ഭക്തന്മാരുടെ കണ്ണുകുരുടായി പോയി. ജീസസ്. ഈ നാളുകളിൽ അത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആദ്യനാളുകളിൽ ദൈവം തന്റെ സ്നേഹം നിമിത്തം തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു, ശക്തിയോടെ നിറച്ചു, ശക്തിയോടെ ഉപയോഗിക്കാൻ തുടങ്ങി, ശക്തിയോടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഈ ആള് ശാന്തനായി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ സൗമ്യനായി. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അയ്യോ, ഈ ജനത്തിനെ എല്ലാം നമുക്ക് അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുമോ, അവരെ എങ്ങനെയൊക്കെ ഒന്ന് കൊണ്ടുപോകട്ടെ എന്നും പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് ഒരാൾ ഒരിക്കൽ പറഞ്ഞതാ, നിങ്ങൾ പറയുന്ന പോലെ ഞാനങ്ങ് ശുശ്രൂഷിച്ചോളാം. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്ന പോലെ ഞാനങ്ങ് ശുശ്രൂഷ. പിന്നെ ഇവനങ്ങ് പോയിട്ട് അവരെ ശുശ്രൂഷിച്ചാൽ പോലെ. ഹല്ലേലൂയ. ദൈവത്താൽ ദൈവമെടുക്കും. അങ്ങനെ ഒരു ലെവലിലേക്ക് ആര് ദൈവജനമായി പോയി. ജീസസ്. കണ്ടോ എന്നെ പറ്റി? സമ്മാനം ഇവരെ കുരുടാക്കി. ഇവരുടെ ആത്മക്കള് കുരുടായി പോയി. നമ്മൾ ഈ നിൽക്കുന്ന ഈ ലവോദിക്ക പീരീഡിൽ ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകിയോ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുമെന്ന്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ഒരിക്കൽ തന്റെ വായിൽ നിന്നുള്ള തുപ്പൽ കൊണ്ട് മണ്ണിനെ കുഴിച്ചു ചേറാക്കി. ഹാലേലൂയ. ചേറുകൊണ്ട് ചേറ് പൂശിയിട്ട് കണ്ണില്ലാതെന്ന സ്ഥാനത്ത് കണ്ണുരുവാക്കി കൊടുത്ത സർവശക്തൻ, അതേ സർവശക്തൻ പറയാണ്, നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. കാരണം എന്നാ? ആ തുപ്പലിനൊരു അഭിഷേകമുണ്ട്. ആ സൃഷ്ടിക്കുന്ന തുപ്പലാത്. പക്ഷേ അതേ ആള് പറയുകയാണ്, നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. പോയ പോക്ക് കണ്ടോ, എവിടെ എത്തി? ജീസസ്. ഹല്ലേലൂയ. സമ്മാനം നിമിത്തം നിന്റെ കണ്ണ് കുരുടായി പോയെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവദാസന്മാർ കേൾക്കുന്നെങ്കിൽ മടങ്ങിവാ, മടങ്ങിവാ. യഹോവയുടെ പർവ്വതത്തിൽ കയറാൻ ആ കയറേണ്ട സമയമായത്. യഹോവയുടെ പർവ്വതത്തിൽ കയറി വേറിട്ടിരുന്ന മോശ ദൈവസന്നിധിയിൽ വേറിട്ടിരുന്നത് പോലെ വേറിട്ടിരുന്ന ആത്മീയ സത്യങ്ങൾ വെളിപ്പെടാൻ പോകുന്ന the word of wisdom and revelation. യെശയ്യാ 11:1 2 പറയുന്ന ആ തുടക്കം, സ്തോത്രം, ആ ആത്മാവിന്റെ പകർച്ച അത് നദി പോലെ ഒഴുകി വരാൻ തുടങ്ങുകയാണ്. നീ പ്രാപിക്കാൻ, നീ പർവ്വതത്തിൽ കയറുവാൻ മനസ്സുണ്ടോ? ആർത്തി ഉണ്ടെങ്കിൽ, ആഗ്രഹം പോലെ ആർത്തി വേണം. ആർത്തി ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളിലെല്ലാം വേർപെട്ട് നിൽക്കണം, വേർപെട്ട് നിൽക്കണം. സമ്മാനം നിന്റെ കണ്ണിനെ കുരുടാക്കുവാൻ അനുവദിക്കരുത്, അനുവദിക്കരുത്. ഹല്ലേലൂയ. ഓ രക്തത്താൽ ജയമെടുക്കും, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീസസ്, നിങ്ങൾക്ക് ദൈവം തരുന്നത് മതിയെന്ന് വയ്ക്കണം. ആർത്തി കൊണ്ട് പിടിച്ചു മേടിക്കുവാൻ, ചോദിച്ചു വാങ്ങുവാൻ ഓടി നടക്കരുത്. ഹല്ലേലൂയ. കർത്താവ് തരും ആവശ്യമുള്ളത്. ഇതിനി കൂട്ടി ഇവിടെ വെച്ചിട്ട് ആർക്ക് കൊടുക്കാനാ? കൊണ്ടുപോകുമ്പോ പോകുമ്പോ
അല്ലേ? പിന്നെ എന്തിനാ ദൈവം തന്ന കൃപ നഷ്ടപ്പെടുത്തി കളയുന്നത്? കണ്ണ് കുരുടാക്കി കർത്താവ് തന്ന കൃപ നഷ്ടപ്പെടുത്തി കളയുന്നത്? അല്ലേ ലൂയ്യ. വേണ്ടാത്ത സമ്മാനം വാങ്ങേണ്ട പ്രിയമുള്ളവരെ. അല്ലേ ലൂയ്യ. എവിടെ പൂട്ടാമെന്ന് ദുഷ്ടപ്പിശാച് നോക്കി നിൽക്കുക, മറക്കരുത്. എവിടെ പൂട്ടാമെന്ന്. അല്ലേ ലൂയ്യ. രക്തത്താൽ ജയമെടുക്കുന്ന അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, യേശുവിനോടൊപ്പം ആ പർവ്വതത്തിൽ കയറുവാൻ ഈ നാളുകൾ കണ്ടോ. ആദ്യം പറഞ്ഞ വെളിപ്പാട് ആലോചന മറക്കരുത്. ആത്മതലത്തിൽ നിന്ന് ആരാധിച്ചപ്പോൾ അതിന്റെ മുകളിൽ ഇരിക്കുന്ന വ്യക്തിയെ കണ്ട കാര്യം പറയുന്നല്ലോ. ജീസസ്. ആരോടാ പോരാട്ടം? ദൈവജനത്തോട്. അവർക്ക് ലഭിക്കേണ്ട നന്മ, അവർക്ക് ലഭിക്കേണ്ട സന്തോഷം, സമാധാനം, ഉയർച്ച, തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടത് ഒക്കെ തട്ടിത്തെറിപ്പിക്കുന്ന ആ പൈശാചിക വ്യാപാരത്തെ ആത്മതലത്തിൽ കയറി നിന്ന് ആരാധിച്ചപ്പോൾ അതിന്റെ മേലിൽ ഇറങ്ങി വന്ന ആത്മാവിന്റെ തീയുടെ നദിയാൽ അത് ചുരുണ്ടുപോയെങ്കിൽ ഇതേ ഈ നാളുകളിൽ ദൈവജനമേ, ദൈവദാസന്മാരെ, ആ യഹോവയുടെ പർവ്വതത്തിൽ കയറുവാൻ ഒരാർത്തി നിങ്ങളിൽ വെളിപ്പെടട്ടെ. പോരാടി പ്രാർത്ഥിക്കാം, പോരാടി പ്രാർത്ഥിക്കാം. സാധാരണ പ്രാർത്ഥന കൊണ്ട് കയറത്തില്ല. പോരാടി പ്രാർത്ഥിക്കാം, മല്ല് പിടിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഒരു തീയായി ഉയരത്തിലേക്ക് കയറട്ടെ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഈ നാളുകളിൽ പോരാടി പ്രാർത്ഥിച്ച് അത്ഭുതം കയറുന്നില്ലെങ്കിൽ ഒതുങ്ങിപ്പോകും, ഓട്ടോമാറ്റിക്കായിട്ട് ഒതുങ്ങിപ്പോകും. അതുപോലെ പൈശാചിക മണ്ഡലം നമ്മുടെ ദേശങ്ങളെ, രാജ്യത്തെ തന്നെ മൂടിക്കളഞ്ഞു. ആരും തല ഉയർത്താതെ വണ്ണം ഹല്ലേലൂയ ദേശത്തിന് മേൽ മൂടുപടമിട്ട് മൂടിക്കളഞ്ഞു. പ്രാർത്ഥിച്ച് കയറരുത്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. അല്ല, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാൽ നിരവധി പ്രശ്നങ്ങളിട്ട് അവരുടെ ഏകാഗ്രത കെടുത്തി, സ്വസ്ഥത കെടുത്തി, സമാധാനം കെടുത്തി പോരാടുമ്പോൾ, അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഓർത്തോണം, എന്റെ പ്രാർത്ഥനയെ തകർക്കാനുള്ള പദ്ധതിയായത്. ഞാൻ വചനം വായിക്കുന്നതിനെ തകർക്കാനുള്ള പദ്ധതിയാണിത്. എന്നെ എന്റെ യേശുവിന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറ്റിവിടാതിരിക്കാനുള്ള പോരാട്ടമാണിത്. മറക്കരുത്. ഹല്ലേലൂയ. എങ്ങനെയും ഈ പോരാട്ടത്തെ ജയിക്കുവാൻ, പോരാടി പ്രാർത്ഥിച്ചു കയറിപ്പോകുവാൻ, ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കും. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഉത്സാഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ഈ നാളുകൾ വല്ലാത്ത നാളുകളാണ്, വല്ലാത്ത കാലമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ എങ്ങനെയും തകർക്കണമെന്ന് പറഞ്ഞ് ദുഷ്ടൻ പോരാടുമ്പോൾ അതിന്റെ മധ്യത്തിൽ പിന്നെയും പോരാടി പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞില്ലേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ മല്ല് പിടിച്ചിരിക്കുവാൻ ജീസസ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്കൊരാർത്തി വെളിപ്പെടട്ടെ, ഒരാർത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അതിനായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഓരോരുത്തരും വളരെ കൃത്യമായിട്ടാണ് ദൈവാത്മാവിടെ പറഞ്ഞത്. ഓരോ കാര്യങ്ങൾ ഏതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകളയണം, ഏതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം, എവിടെയൊക്കെ നമ്മൾ അകലം വിട്ട് നിൽക്കണം, എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. സമൂഹത്തെയോ കൂട്ടുകാരെയോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ദൈവവചനം എന്തു പറയുന്നു അതുപോലെ അകലം വിട്ടാൽ, മാറി നിന്നാൽ യഹോവയുടെ പർവ്വതത്തിൽ കയറുവാനിടയാ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. Thank you, Holy Spirit. Thank you, Holy Spirit. Orisha barakamanashi, arugamarkamana hastala pramanagasi, amsana ragana hastana diaraga, naishala ragariga dalagasti, adachibala digandara gadagamarattal pramanagasi,
റംഷി പ്രവാചക റംസി ബദക്കവർ ഏതിക നസ്തരകരകര അറുദാറികതര കതിരേ വന്ദല കതിരേ അടിരകടാധിക രാജക ലക്ഷവ രക്ഷവർ അന്തൽ പ്രവരകസി റീബൽ കറുവര വർഷി മറകര ബൗഡേ വിമലേ അടുവര വക്ഷി ബൗഡക്കറുവര വർഷി മറക്കവർ ഏതിക നാതുക അജുവാറകന ഹടകന ഹസ്താലിവര അന്തൽ പ്രവരക റൈഡേറവലി ഉടകര ഘടക റീകൽ കറകര ഗർത്തേരിവലി അന്തൽ പ്രവര റൈഷ പ്രവര. Thank you, Jesus. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Father. Thank you, Father. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Rora kabara 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 kabala basiya. Astala pravalaka raishirivali. അട്ടകരകതിലെ ഘടകമറാന്തൽ കടകര. ഈ ബർത്ത്ഡേക്കൊക്കെ നല്ല വട്ടത്തിലുള്ള ആ പൂവൊക്കെ വെച്ച് പേരൊക്കെ എഴുതി വെച്ച കേക്ക് കാണാമല്ലോ. അതിനൊരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ അതിൻ്റെ ഒരു ഇരട്ടി വലിപ്പമുണ്ടെന്ന് വെച്ചു. അതുപോലെ ഒന്ന്, എനിക്ക് കൃത്യമായിട്ട് കേക്കാണെന്ന് അറിയത്തില്ല, പക്ഷെ അതുപോലെ ഒന്ന് ദൈവാത്മാവ് ഇടപെടുന്നത് അല്ലെങ്കിൽ ഇതിനെ ആകർഷിക്കുന്ന ഒരാകർഷണം അതിൻ്റെ പിന്നിലുണ്ട്. ജീസസ്. ഹല്ലേലൂയ. വലിച്ചു കളയുവാനുള്ള ദുഷ്ടന്റെ പദ്ധതിയാണതെന്ന് മറക്കണ്ട. ദൈവാത്മാവ് ആരോടോ ശക്തമായി ഇടപെടുകയാണ്. അതിലെ വറുക്ഷര അത് പിന്നത്തേതിലൊരു നുകമായി മാറുമെന്നും സാധാരണ നുകത്തേക്കാൾ കട്ടിയേറിയ നുകമായി മാറുമെന്നും ദൈവാത്മാവ് ഇടപെടുകയാണ്. റൈഷി മറക്കവരാതുകർ അസ്തൽ പ്രവരകസി അംശപ്രവരക റൈഡാകവര അടകര ഘടക അറകാറുകടൽ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. റൂഢപരാധിക ഹസ്തവരുക്ഷര ഹന്തൽ പ്രവരകസി ഉറമാറമന കറുകെ നാദീ നഗദിനി അനുദീ മനതല കട്ടുക രാജക ലക്ഷല വടകല അന്തക്കറുകര ഗർത്തപ്രവരക റൈഷേരിവരെ അജലാവതകര ഹർഷിപ്രവാരക റികതല അനതല ഘടകര കത്തിര ഹന്തൽ പ്രവരക റൈഡേരവരെ. യേശുപ്പ നൂറ ബലക ബൗറേ വിവരെ അറുക റിഗതിലി ഹത്തിലി ഹന്തൽ പ്രവരകസി ഉറക്കവരകബല ഘടകവരങ്കര വേദകക്ഷൈല ഷൈഡാരകര ഹടകാനിവരെ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ. റൂറാറാബ റബലാകരക ആർഖാവരക ഗൗരവരക്ഷേ റേവൽക്കറുവര വർഷി വരകര ബൗഡി ഉടിരിവരാധികര ഹസ്തക്കറുകര അർത്ഥപ്രവരക റംഷേറവരെ ഹന്തലവതുരെ ഉടമാറമന കറുക്കേറകന. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. താങ്ക് യു ജീസസ്. നൂറാറവര ഹറകാരാജ അൽക്കരകറുക റിഗത ക്ഷൈരകരക്ഷര വേദകരസ്ഥര അന്തരക്കടുകര കക്ഷക്കടുവര വക്ഷി പ്രവനകനൈതേ ഉടിനിമനാധിക നാജുവലക്ഷി വലക്ഷി മറന്തരവേദി മുതലപ്രവരം റീവൽക്കറുകം അർത്ഥക്കറുകം മടകരഘടകം ഉടരാറകരം ഉടരാറകരം ഉദരസംബന്ധമായ വിഷയങ്ങളാൽ വളരെ ഭാരപ്പെടുന്ന ആരെയോ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. അന്തൽ പ്രവരക റൈഡേ വിവരെ അടിയാ റഗതല ഹത്തുല അല്ലവൻ ഏതക രാജ വരക്ഷിരി അന്തപ്രവരക റൈഡക്കറുവന വർഷപ്രമനകസി അസ്തപ്രവരക റൈഡേറവനം ഉടരങ്കരക അടകതങ്കടക അടക ക്ഷൈഡപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഓ താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. അജിലി വടകലകട്ടുക രേതകലക്ഷി തലവേദനയാൽ ഭാരപ്പെടുന്ന ആരോ ഉണ്ട്. അത് പലപ്പോഴും സാധാരണ തലവേദന എന്ന് ആര് വിചാരിച്ച്, അല്ലെങ്കിൽ ചിലർ പറയും കൊടിഞ്ഞിയാണ്. കൊടിഞ്ഞിയല്ല, തലവേദനയല്ല, സാധാരണ തലവേദനയല്ല. അത് പിശാച് പോരാടുന്നത്. ദേഹി മണ്ഡലത്തിൽ ദുഷ്ടൻ പോരാടുന്നതാണ് ആ തലവേദന. യേസ് ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ആരെ ദുഷ്ടൻ കയറി വരുവാൻ അവസരം കൊടുത്ത അവസരങ്ങൾ എന്താണെന്ന് തിരിഞ്ഞു നോക്കി അതിനെ യേശുവിന്റെ രക്തത്താൽ ക്യാൻസൽ ചെയ്ത് വിടുതലെടുക്ക. ഹാലിൽ വിടുതലുണ്ട്. ജീസസ്. നൂറാപരക പൗറാറാക റഗതൽ കറുക അർത്ഥാരികര അജനാറഗതര അന്തല മധുര പടുക്കെ ബാഡു റാഗു റഗതരി. പാരമ്പര്യമായി നിന്ന് ബാധിക്കുന്ന ചില വാദഗതികൾ അതിന്റെ പിന്നിലുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്.
ഉടിനി മടര കടക്കവരേതക രാജഹസ്തപ്രവര റംശപ്രവര ഹോയുടെ പർവ്വതത്തിൽ കയറുവാൻ ഒരു വാഞ്ചയുണ്ടെങ്കിൽ, ഒരാർത്തിയുണ്ടെങ്കിൽ, ആരെ മുമ്പേ പറഞ്ഞതുപോലെ ദൂത് പറഞ്ഞതുപോലെ ഒരു തീ ഇറങ്ങി വരും, ചക്രം പോലെ ആരെയും കറങ്ങുന്ന വാൾ പോലെ ഇറങ്ങി വരും, അതിനെ കീറി മുറിച്ചു കളയും. ഉടയാറകര ഹസ്തല മധുര പൗരപ്രവരക റംശയവരെ അൽഹാറവര ഹന്തല മധുര. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. റൂഷേ വരക മൗരേവരെ അറകാരികതല ഘടകാരികതല അസ്തല പ്രവാരക റംശപ്രവരക അംശ കറുകരക ഷേറിവരെ അറുതേറികരെ ഹതിരേറകനെ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. നന്ദി പരിശുദ്ധാത്മാവേ. ഞാൻ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യമേൽ ശക്തമായ ദൈവസാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ചിലരുടെ മേൽ ആരേലിയ ആവി അടിക്കുന്ന പോലെ, ചൂടുള്ള ആവി അടിക്കുന്നത് പോലെ ദൈവ സാന്നിധ്യം ചിലരുടെ മേൽ ഇറങ്ങുന്നുണ്ട്. ചിലരുടെ നെറ്റിയിലും തലമേലും ആ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. നീറാബരക ബൗറാറബര ഹർക്കാറകതല അന്തലപ്രവരക റൈഷേവനെ ഉടിയാറകതല ഘടകാറകന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. യേസ് ജൂറാബരക റീബൽ കതുവ വർഷീബറകര മൗറിയ വിവരെ അന്തൽ കടകര ഘടക അറികര. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനോട് ചേർന്ന് വസിക്കുവാൻ, അല്ല ദാവീദ് പറഞ്ഞ പോലെ കോവിഡ് പർവ്വതത്തിൽ കയറുവാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മളോട് കൂടെ നിൽക്കുവാൻ നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും പോകുന്ന പോലെ അല്ല പ്രിയമുള്ളവരെ, എല്ലാവരും ചെയ്യുന്ന പോലെ അല്ല പ്രിയമുള്ളവരെ. ഒരു വ്യത്യസ്തമായത്, ഒരു വ്യത്യസ്തമായ ജീവിതം നയിക്കുവാൻ, ഒരു വ്യത്യസ്തമായ ആത്മീയ ജീവിതം നയിക്കുവാൻ, ഒരു വ്യത്യസ്തമായ ആത്മീയ അനുഭവങ്ങൾ പ്രാപിക്കുവാൻ നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരുപാട് പേര് അനേക കാര്യങ്ങൾ പറയും, നമുക്കറിയാം. എന്നാൽ അതെല്ലാം ഒരു വ്യത്യസ്തമായ ഈ അന്ത്യനാളുകളിൽ ഒരു വ്യത്യസ്തമായത് നമ്മിൽ വെളിപ്പെട്ടു വരുവാൻ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. അങ്ങനെ ആർത്തിയോടെ ഏൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തേജസ്സിന്റെ അനുഭവം നിങ്ങളുടെ മേൽ വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അടകാരകര ഹർത്താരകര അങ്കലമധുരേ മൗരേരവരെ അറകക്ഷൈടപ്രവരക റംഷേരിവരെ അറുതേ റഗതേ ഹസ്ത റുക്ഷേ മൗറാഹ അറകക്ഷയുടെ ഈതൽക്കറുക അർത്ഥപ്രവരക നൈഷ മറാഫിക ഹസ്ത വരുക്ഷര അന്തൽപ്രവരക റൈഡേറവരെ ഹന്തൽ പ്രവരകസി അസ്തരമധുര വൗടാറവര അടകക്ഷൈട റീബൽക്കറുകര. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവാത്മാവിന്റെ ഇടപെടുകയാണ്. ആരെ ദൈവം ആഗ്രഹിച്ചു അല്ലെങ്കിൽ യേശുവിന്റെ ആശപ്രകാരം വളർന്നു ആലേലിയ. പക്ഷെ ഒരു സമയമായപ്പോൾ ഇങ്ങനെ ശകരം പിരിയുന്ന പോലെ പിരിഞ്ഞു. ജീസസ് ഹല്ലേലൂയ. യേശു ആഗ്രഹിച്ച റൂട്ട് തെറ്റി, ഒരെണ്ണം വെട്ടിക്കളഞ്ഞു. ജീവിതത്തിൽ അതിൻ്റെതായ തകർച്ചകളും ബലഹീനതകളും വന്നു, പ്രയാസങ്ങൾ വന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ, പ്രയാസങ്ങൾ വന്നു, ബലഹീനതകൾ വന്നു. ജീസസ് ഹല്ലേലൂയ. ഒരു മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു മനസ്സാന്തരത്തോടെ മടങ്ങി വരുവാൻ, യഥാർത്ഥമായത് വാസ്തവമായ ഒരു മനസ്സാന്തരത്തോടെ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ കളയത്തില്ല, മറ്റൊരു രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. വചനം യെരമ്യാപ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ 18 തോന്നുന്നു. പ്രവാചകനോട് ദൈവാത്മാവ്, നീ കൂശവന്റെ അടുക്കൽ ചെല്ല്, നീ അവൻ ചക്രത്തിന്മേൽ പണിതുകൊണ്ടിരിക്കും. അങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന നോക്കി യെരമ്യാവ് ഒരു കാര്യം കണ്ടു. ആ പണിതുകൊണ്ടിരുന്ന ആരെ കളിമണ്ണ് ഏതോ കുശവന്റെ മനസ്സിലെ രൂപപ്രകാരം രൂപാന്തരപ്പെടുത്തുവാൻ ഒരുങ്ങിയപ്പോൾ മണ്ണ് ഉടഞ്ഞുപോയി. പിന്നെ കുശവൻ എന്നെ ചെയ്തു, അതിങ്ങോട്ട് എടുത്ത് തോന്നിയ പോലെ ഒരെണ്ണം ഉണ്ടാക്കി. എന്നാൽ തോന്നിയ പോലെയല്ല, പൂർണ്ണമായി ഒരു സമർപ്പണത്തോടെ ഏൽപ്പിച്ചാൽ യേശുവിനെയും നിങ്ങളെ പണിയുവാനിടയാകും. ഈ നാളുകളിൽ പണിതെടുത്ത് പ്രയോജനപ്പെടുന്ന ചിലരെ കർത്താവിന് വേണം. പണിതാൽ
കർത്താവിന് പ്രയോജനപ്പെടുന്നവരെ കർത്താവിന് വേണം. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? പ്രിയമുള്ളവരെ മറക്കണ്ട, പഴയ നിയമകാലത്ത് ദൈവം കൊടുത്ത ശക്തമായ ആലോചനയായിരുന്നു ആലയത്തിലെ വിളക്ക് കെടരുത്, അത് രാത്രി മുഴുവൻ കത്തിക്കൊണ്ട് നിൽക്കണം. എന്നാൽ ആ നമുക്ക് ഏലി പുരോഹിതന്റെ കാലം വന്നപ്പോൾ വിളക്കിന്റെ കാര്യമൊക്കെ വിട്ടുപോയി. വിളക്ക് കെട്ടുപോയി. സന്ധ്യയാകുമ്പോൾ കുറച്ചു നേരം കത്തുന്നതിനെ കെട്ടുപോകും. നമ്മൾ വായിക്കൊണ്ട് വിളക്ക് കിടുന്നതിന് മുമ്പേ ശമൂവേൽ പോയി കിടന്നൊക്കെ അവിടെ വായിക്കുന്നു. അപ്പോ ആ വിളക്ക് പോയ കാലത്താണ് ആരെ എഴുന്നേപ്പിച്ചേ? ശമൂവേലിനെ എഴുന്നേപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ആത്മീയ വിളക്ക് കെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആത്മീയ വിളക്കുകൾ കെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് കെട്ടുപോയതിനെ കത്തിക്കാൻ കർത്താവ് പദ്ധതിയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാമോ? എല്ലായിടത്തും ഒന്നും ഇത് കിട്ടുകയില്ല കേട്ടോ. അതിനൊരാർത്തി വേണം. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് ചേർന്ന് വരണം. ജീസസ് കൂട്ടായ്മകളിൽ ഇത് കിട്ടത്തില്ല, അവിടെയെല്ലാം ചടങ്ങായി പോയി. പക്ഷേ ഇങ്ങനെയുള്ള അനുഭവത്തിന് വേണ്ടി വേറിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചു വന്നാൽ അവിടെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. പരിശുദ്ധാത്മാവ് കൂടിയിരിക്കും, ശക്തമായി പ്രയോജനപ്പെടും. ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കുക, ഏൽപ്പിച്ചു തരുവാൻ മനസ്സുണ്ടോ? എന്നോടൊപ്പം യഹോവയുടെ പർവ്വതത്തിൽ വസിക്കുവാൻ താല്പര്യമുണ്ടോ? ആർത്തിയുണ്ടോ? ജീസസ്, ആർത്തിയുണ്ടോ? ഓ ജീസസ്. 12 പേരെ തെരഞ്ഞെടുത്തെങ്കിലും 3 പേരെ യേശുവിനോട് കൂടെ പർവ്വതത്തിൽ കയറുള്ളൂ. ഞാൻ അവിടെ പോകുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുക, 3 പേരെ പർവ്വതത്തിൽ കയറിയുള്ളൂ. 9 പേര് താഴെ നിന്നു. ജീസസ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ അനേകം, വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഹല്ലേലൂയ. വിളിച്ചവരുടെ കൂട്ടത്തിൽ നിൽക്കണോ? തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിൽക്കണമോ? ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായി ശ്രദ്ധിക്കട്ടെ. യേശുവിന്റെ വിളിയാലുള്ള ആശ നിങ്ങളിൽ പൂർത്തീകരിക്കുവാൻ കഴിയുന്നുണ്ടോ? ഓ ദൈവജനമേ, നിങ്ങൾക്ക് അടുത്ത പടി കയറുവാൻ ആർത്തിയുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് എന്റെ യേശുവിനോട് കൂടെ, അല്ല സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ യഹോവയുടെ പർവ്വതത്തിൽ ഒന്ന് കയറണമെന്ന് ആർത്തിയുണ്ടോ? ജീസസ്. ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ വചനങ്ങളാൽ നീ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, അങ്ങയുടെ മഹത്വം കാണുവാൻ, ആലോചനകൾ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. തുടർന്ന് തിരുവചനത്തിൽ കൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. കേട്ടുകൊണ്ടിരുന്നു കേൾക്കാൻ പോകുന്ന എല്ലാവരെയും ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കും. കർത്താവേ, വചനം കേൾക്കുമ്പോൾ ഓരോരുത്തരെയോടും സ്പർശിക്കണമേ. വെളിപ്പെട്ട ആലോചന പ്രകാരം വിടുതൽ ഓരോരുത്തരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. In the mighty name of Jesus. Hallelujah. ഓ കർത്താവേ, വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, ഞെരുങ്ങുന്നവരുണ്ട്, രോഗങ്ങൾ ബാധിച്ച് വലിയ കഷ്ടത്തിലായിരിക്കുന്നവരുണ്ട്. കരുണ തോന്നണം. അവരെ ഞെരുക്കുന്ന മേഖലകളിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവിനോട് കരുണ കാണിക്കും. അങ്ങയുടെ തൃക്കര അവരെ തൊടണമേ. യേശുവേ, തൃക്കരം തൊടണമേ. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം.
യേശു ക്രിസ്തുവിന്റെ നിന്റെ നാമത്തിൽ തന്നെ പിതാവേ, യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സുഭാഷം ഞങ്ങൾ പ്രാർത്ഥികളോട് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവിലുണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവുടെ പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമിതരായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.